നമ്മളിപ്പോൾ മീൻപീര ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഇവിടുത്തെ മത്തിയാണ്. മീൻപീരയ്ക്ക് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി കരിവേപ്പില ചതയ്ക്കാൻ വേണ്ടി അത് ഞാൻ മിക്സിയിട്ട് അരയ്ക്കണം. ചതയ്ക്കാൻ പറ്റില്ല. ഞാൻ ചെറുള്ളിക്ക് പകരം ഞാൻ വെല്ലുള്ളിയാണ് ഉപയോഗിച്ച് കുറച്ച് എടുത്തുള്ളൂ. അതിൻ്റെ കൂടത്തിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ഞാൻ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തു, ഒതുക്കിയെടുത്തു. കണ്ടില്ലേ, വട്ടം കുറവുണ്ട്, ഒതുക്കിയെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വെക്കുകയാണ്. ആദ്യം മീൻ നിങ്ങൾക്കിടുക. ആ ചൂട് ആക്കിയ ചട്ടി ഒന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് അരപ്പിടുക കേട്ടോ. ഞാൻ മൊത്തം ഇട്ടോട്ടെ. തുള്ളി വെള്ളം ഒഴിക്കാൻ പോട്ടെ. തുള്ളി വെള്ളം. ഇത് ഞാൻ 3 പീസാണ്. അത് കീറിയതാണ്. കീറിയ കുടംപുളി. ആ വെള്ളം ഇട്ടുകൊണ്ട് ആവശ്യമുണ്ട് എടുക്കുന്നുണ്ട്, എടുക്കുകയില്ല, ചിലപ്പോൾ എടുക്കും, പറയാം. ആവശ്യത്തിന് ഉപ്പിടാൻ പോകണേ. നമ്മൾ ഉപ്പിട്ടില്ല. അതുകൊണ്ട് കരിവേപ്പില കൂടെ ഇടുക കേട്ടോ. അതുകൊണ്ട് കരിവേപ്പില ഇട്ടു. ഒന്ന് കാണാൻ വേണ്ടി. കൈ ടച്ച് ചെയ്ത് ക്ഷമിക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കും കേട്ടോ. അല്പം എണ്ണ ചേർക്കും കേട്ടോ. ഇത് എണ്ണയിലേ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അടപ്പിട്ട് മൂടുവാണ്. ചെറുതായിട്ടൊന്ന് ചൂട് വെച്ചിട്ടുണ്ട് ഈ ഫ്ലെയിമിൽ. അല്ല, എണ്ണയും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ എണ്ണ മേളിൽ ഇട്ടിട്ടേ ഉള്ളൂ, യോജിപ്പിക്കാം അല്ലേ. കൂട്ടി യോജിപ്പിക്കും. മീൻപീര ഓൾറെഡി റെഡിയാണ്. ഇച്ചിരി കരിവേപ്പില മേളിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയൊക്കെ, ഒരു ഭംഗി വരാൻ വേണ്ടിയൊക്കെ ആയി വരുന്നു മീൻപീര. മീൻകറി റെഡി, മീൻപീര റെഡി. നമ്മളത് മാറ്റുവാണ് തണുക്കാൻ.